റയൽ മാഡ്രിഡിന്റെ ജേഴ്സി അണിഞ്ഞാൽ കഷണ്ടി മാറുമോ? ചോദിക്കുന്നത് തിയറി എൻട്രിയാണ്. അത് അദ്ദേഹം ആലങ്കാരികമായിട്ട് പറയുന്നതാണ്. അസാധ്യമായത് സംഭവിക്കും റയലിന്റെ ജേഴ്സി അണിഞ്ഞാലെന്ന്. ഇന്നലെ മാഞ്ചസ്റ്റർ സിറ്റി റയൽ മാഡ്രിഡിനെ തകർത്തെറിയുമെന്നാണ് പലരും വിചാരിച്ചിരുന്നത്. കാരണം സിറ്റി അവരുടെ ശക്തമായ സ്ക്വാഡും കൊണ്ടുവരുന്നു. റയലാവട്ടെ എംബാപ്പയും ബെല്ലിംഗാമും റോഡ്രിഗോയും ഒന്നും ഇല്ലാതെ നിരവധി പ്രമുഖ താരങ്ങൾക്ക് പരിക്കേറ്റിറങ്ങുന്ന ടീമാണ്. എന്നിട്ടാണ് സാന്റിയാഗോ ബെർണാബ്യൂവിൽ 3-0 വിജയം റയൽ സ്വന്തമാക്കുന്നത്. ആ ഒരു വിജയത്തിന് ശേഷം തിയറി ഹെൻറി അദ്ദേഹം റയൽ മാഡ്രിഡ് പക്ഷക്കാരനല്ല, ബാഴ്സ പക്ഷക്കാരനാണ്. ബാഴ്സയിൽ കളിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഇവർ ഈ ജേഴ്സിയിൽ എന്ത് മാജിക്കാണ് ഇടുന്നതെന്ന് എനിക്കറിയില്ല റയലിൻ്റെ ജേഴ്സിയിൽ. ഇനിയിപ്പോൾ ഞാൻ അതിട്ട് കഴിഞ്ഞാൽ എൻ്റെ തലയിൽ മുടി വളരുമോ? വീണ്ടും കിളിർക്കും. അദ്ദേഹം ബാൽഡ് ഹെഡഡ് ആണല്ലോ, കഷണ്ടിയാണ്. അപ്പോൾ ഇനി വീണ്ടും മുടി എങ്ങാനും കിളിർക്കുമോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കളിക്ക് ശേഷം ഇങ്ങനെയായിരുന്നു. റയൽ മാഡ്രിഡ് എനിക്കറിയില്ല അവർ എന്ത് മാജിക്കാണ് അവരുടെ ജേഴ്സിയിൽ ചെയ്തു വെച്ചിരിക്കുന്നതെന്ന്. ഇനിയിപ്പോൾ ഞാൻ ആ ജേഴ്സി ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് തലയിൽ എൻ്റെ മുടി തിരികെ വളരുമോ എന്നാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത്. തീർച്ചയായിട്ടും എനിക്കറിയാം റയലിൻ്റെ ഷർട്ട് വളരെ ഹെവിയാണ്. പക്ഷേ എനിക്കറിയാത്തൊരു കാര്യമുണ്ട്. ആ ജേഴ്സി അണിയുമ്പോൾ താരങ്ങൾ ഡിഫറൻ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്നു. ഒരിക്കലും റയലിൽ നിന്ന് ഈ ഒരു പ്രകടനം ഞാൻ പ്രതീക്ഷിച്ചതല്ല. ഞാനീ പറയുന്നത് എനിക്ക് വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. എന്നാലും ഞാൻ പറയട്ടെ, വെൽ ഡൺ. അതാണ് റയലിൻ്റെ കളിയുടെ ആ മികവ് അംഗീകരിക്കാൻ എനിക്ക് സങ്കടമുണ്ട്. എന്നാലും മികച്ച പ്രകടനമാണ് അവർ നടത്തിയത് എന്ന്. ഇതാണ് റയൽ മാഡ്രിഡ്. റയൽ മാഡ്രിഡിൻ്റെ ജേഴ്സി അണിയുമ്പോൾ ഓരോ താരങ്ങളും വേറെ ലെവൽ പെർഫോമൻസ് കളിക്കളത്തിൽ എടുത്തിരിക്കും. അത് യുവേഫ ചാമ്പ്യൻസ് ലീഗ് ആണെങ്കിൽ പ്രത്യേകിച്ചും.